11 ചെയ്യാം. Question number 11. ലെവനും ഇതേപോലെ discuss with relevant figures the best strategy for each division and for the company as a whole. ഓരോ ഡിവിഷൻ്റെയും മൊത്തം കമ്പനിയുടെയും ബെസ്റ്റ് സ്ട്രാറ്റജി പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സി ഡിസ്കസ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ആയിരുന്നു ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ. അതിൽ വാട്ടസ് ആണ് ഇത് പഴയ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നോർമലി ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഉണ്ടാവും, ഡിസ്കസ്, അനലൈസ്. അപ്പൊ ഡിസ്കസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യണ പോലെയാണ്, നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സും കൂടെ പറയണം. ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ, ഓക്കെ ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് കുറെ എഴുതിയില്ലേ, അതേപോലെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതേപോലെ ബി ലിമിറ്റഡ് മേക്സ് 3 products X, Y and Z in division X, Y and Z respectively. The following information is given. 3 ഡിവിഷൻ ഉണ്ട്, അവിടെ 3 പ്രൊഡക്റ്റും ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, എക്സ്ക്ലൂഡിങ് മെറ്റീരിയൽ എക്സ് ഫോർ ഡിവിഷൻ വൈ ആൻഡ് ഇസെഡ്. ഇപ്പോൾ ഡിവിഷൻ വൈയിലും ഇസെഡിലും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എടുത്തപ്പോൾ ഇവിടെ എക്സിന്റെ കോസ്റ്റ് എടുത്തിട്ടില്ല. അപ്പൊ എക്സ് ഇവർ ഉപയോഗിക്കുന്നുണ്ടാവും, മനസ്സിലായ? അതിന്റെ കോസ്റ്റ് എടുത്തിട്ടില്ല എന്നാ പറയുന്നത്. ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്, വേരിയബിൾ ഓവർ ഹെഡ്, സെല്ലിംഗ് പ്രൈസ് ടു ഔട്ട്സൈഡ് കസ്റ്റമേഴ്സ് തന്നിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, മാക്സിമം എക്സ്റ്റേണൽ മാർക്കറ്റ് ഡിമാൻഡ് തന്നിട്ടുണ്ട്, അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് ദാറ്റ് വുഡ് ബി ഇൻകേർഡ് ടു ഇൻസ്റ്റോൾ അഡീഷണൽ കപ്പാസിറ്റി, വിച്ച് മീൻസ് ഇവർക്ക് ഈ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എത്ര ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്യണം? 45,000. മാക്സിമം അഡീഷണൽ യൂണിറ്റ്സ് എത്ര അഡീഷണൽ കപ്പാസിറ്റി കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം? 6,000, which means right now their capacity is limited to 6,000 units. Division X ന്റെ പറയണത്. But if they are willing to spend an additional 45,000 units, they can increase their capacity by another 6,000 units, totaling 12,000 units. Clear? അപ്പൊ അത്രയും സംഭവങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ Y and Z നീഡ് മെറ്റീരിയൽ എക്സ് ആസ് ദെയർ ഇൻപുട്ട്. ഇപ്പൊ രണ്ടുപേർക്കും എക്സ് ആണ് വേണ്ട കേട്ടോ. മെറ്റീരിയൽ എക്സ് ഇസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് അറ്റ് ₹23 പെർ യൂണിറ്റ്. പുറത്തുനിന്ന് വാങ്ങിക്കാം 23 രൂപയാണ്. ഇവര് സെല് ചെയ്യണത് എത്ര രൂപയ്ക്കാണ്? ഡിവിഷൻ എക്സ് സെല് ചെയ്യാനുണ്ട്, പക്ഷെ അത് 25 രൂപയ്ക്കാണ്. പുറത്തുനിന്ന് വാങ്ങിച്ച 23 രൂപ. ഡിഫക്റ്റീവ്സ് ക്യാൻ ബി റിട്ടേൺഡ് ടു സപ്ലയേഴ്സ് അറ്റ് ദെയർ കോസ്റ്റ്. പുറത്തുനിന്ന് വാങ്ങിച്ച 23 ആണ്, അതിലുള്ള ഡിഫക്റ്റീവ്സ് സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കാം അവരുടെ തന്നെ കോസ്റ്റിൽ, നമുക്ക് കോസ്റ്റ് ഒന്നും ഇൻകർ ചെയ്യില്ല. Division X supplies the material free from defects and hence is able to sell at ₹25 per unit. അപ്പോൾ ഡിവിഷൻ എക്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഡിഫക്ട്സ് ഉണ്ടാവത്തില്ല, അതുകൊണ്ടാണ് ₹25. പക്ഷെ മറ്റേതാണെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ഡിഫക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ ചെയ്യാം കേട്ടോ. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, റിട്ടേൺ ചെയ്യാം സപ്ലയേഴ്സിന്. Each unit of Y and Z require 1 unit of X as input with slight modification. അപ്പോൾ Y ഉണ്ടാക്കാനും Z ഉണ്ടാക്കാനും രണ്ടിനും ഓരോ യൂണിറ്റ് എക്സ് വേണം, കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് നോക്കാം. ഇഫ് Y purchases from outside at ₹23 per unit, it has to incur 3 per unit as modification and inspection cost. അപ്പോൾ Y 23 രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ, Y വാങ്ങിക്കാന്ന് വെച്ചാൽ ഡിവിഷൻ Y ഇട്ടാ, ഡിവിഷൻ Y എക്സ് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ 23 രൂപയ്ക്കാണല്ലോ വാങ്ങിക്കാൻ പറ്റണത്. എക്സ്റ്റേണലി ഇത് 23 രൂപയ്ക്കാണ് കിട്ടുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് വാങ്ങിക്കുകയാണെങ്കിൽ 3 രൂപ സ്പെൻഡ് ചെയ്യണം മോഡിഫിക്കേഷന് വേണ്ടിയിട്ടും ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടും. ഇഫ് Y purchases from division X നിന്ന് വാങ്ങിച്ചാൽ it has to incur in addition to the transfer price ₹2 per unit to modify it. ഓക്കെ, അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ 3 രൂപയാണ് മോഡിഫൈ ചെയ്യാൻ, ഇന്റേണലി വാങ്ങിച്ചാൽ 2 രൂപ മതി മോഡിഫൈ ചെയ്യാൻ. അതേപോലെ ഇസഡിന്റെ കാര്യം. അപ്പോൾ ഇത്
വൈയുടെ കാര്യമാണ് ഈ പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് ഇസഡ് ആണ്. If Z gets material from division X, it can use it after incurring a modification cost of 1 per unit. Division X എന്ന് വാങ്ങിച്ചാൽ ഉപയോഗിക്കാം, 1 രൂപയുടെ മോഡിഫിക്കേഷൻ ചെയ്താൽ മതി. Whereas if Z buys material X from outside, it has to either inspect and modify it at its own shop floor at ₹5 per unit, or use idle labor from division X at ₹3 per unit. Division X will lend its idle labor hour as per Z's requirement, even if Z purchases the material from outside. അപ്പോൾ Z ഒന്നുകൂടെ പറയാണ്, Z ഡിവിഷൻ എക്സിൽ നിന്ന് വാങ്ങിച്ചാൽ അതിന് മോഡിഫിക്കേഷന് വേണ്ടി 1 രൂപ ചിലവാക്കിയാൽ മതി. Whereas if the Z is buying material from outside, പുറത്തുനിന്ന് വാങ്ങിച്ചാൽ, it has to either inspect and modify it at its own shop floor. അതായത് ഡിവിഷൻ ഇസഡിൽ തന്നെ മോഡിഫിക്കേഷനും ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യണം, 5 രൂപ കോസ്റ്റ് വരും. ഓക്കെ, അതേപോലെ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഡിവിഷൻ ഇസഡിൽ ഉപയോഗിക്കാതെ ഡിവിഷൻ എക്സിന്റെ ഐഡിൽ ടൈം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അവർ മോഡിഫൈ ചെയ്ത് തരും. ഓക്കെ, ഡിവിഷൻ എക്സ് മോഡിഫൈ ചെയ്ത് തരും, പക്ഷെ അവർക്ക് ഐഡിൽ ടൈം ഉണ്ടെങ്കിൽ മാത്രം എത്ര രൂപയ്ക്ക്, 3 രൂപയ്ക്ക് ഇതേപോലെ മോഡിഫൈ ചെയ്ത് തരും. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇനി അവർ പറയുന്നുണ്ട് ട്രാൻസ്ഫർ പ്രൈസസ് ആർ അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിവിഷണൽ മാനേജേഴ്സ്. ഓരോരുത്തർക്കും തീരുമാനിക്കാം, ആ ഡിവിഷണൽ മാനേജേഴ്സ് തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ റിമെയിൻ കോൺഫിഡൻഷ്യൽ. അപ്പോൾ മറ്റവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയലൊന്നും പ്രശ്നമൊന്നുമില്ല. അസ്യൂം നോ റെസ്ട്രിക്ഷൻ ഓൺ ക്വാണ്ടിറ്റീസ് ഓഫ് ഇന്റർ ഡിവിഷൻ ട്രാൻസ്ഫേഴ്സ് ഓർ പർച്ചേസ്. ക്വാണ്ടിറ്റിയിൽ യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. Discuss with relevant figures the best strategy for each division and for the company as a whole. ഓരോ ഡിവിഷനും കമ്പനി ആസ് എ ഹോൾ ഏതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയാം. ശരി, അല്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ ഇത് നോക്കി, ഇതിപ്പോ നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ എന്ത് ചെയ്യും. 3 ഡിവിഷൻ ഉണ്ട്, ഇവിടെ ഒന്ന് തുടങ്ങുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതാണ് ഈ ബെസ്റ്റ് സ്ട്രാറ്റജി ക്വസ്റ്റ്യന്റെ പ്രശ്നം. കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഓരോ ഡിവിഷന് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓരോ ഡിവിഷന്റെ ആദ്യം നോക്കാം. അപ്പൊ നിങ്ങൾ ഞാൻ പറയാം ഇവിടെ എന്താ ബേസിക്കലി പ്രശ്നം. ഡിവിഷൻ എക്സിന് ആകെ സെയിൽസ് മാത്രമേ ഉള്ളൂ, അവര് പർച്ചേസിനെ കുറിച്ച് ബോധർ ചെയ്യണ്ടല്ലോ. അപ്പൊ അവർക്ക് നമുക്ക് ആദ്യം എഴുതുമ്പോൾ ഡിവിഷൻ എക്സിന് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡിവിഷൻ എക്സിന് പുറത്ത് സെല് ചെയ്യാം, അപ്പൊ ഇത്ര രൂപ കിട്ടും. അല്ലെങ്കിൽ ഡിവിഷൻ വൈക്ക് സെല് ചെയ്യാം, അല്ലെങ്കിൽ ഡിവിഷൻ ഇസഡിന് സെല് ചെയ്യാം, അങ്ങനെയൊക്കെ എഴുതാം. ഇനി എന്താ പറയാ, ഡിവിഷൻ വൈക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഡിവിഷൻ വൈക്ക് ഒന്നെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഡിവിഷൻ എക്സിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ അതിന്റെ പർച്ചേസും പ്രൈസും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിരിക്കും. അങ്ങനെ നമുക്കൊരു പാരഗ്രാഫ് എഴുതാം. അതേപോലെ ഇസഡിന്റെ എഴുതാം. ഇസഡിനും എക്സിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം. എക്സിൽ നിന്ന് വാങ്ങിച്ചാൽ ഇത്രയായിരിക്കും പെർ യൂണിറ്റ് കോസ്റ്റ്, പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ഇത്രയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അപ്പൊ അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. എന്നിട്ട് നമുക്ക് അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് എഴുതിയേ വെറുതെ. ഞാൻ നേരത്തെ എഴുതിയ പോലെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. ഡിവിഷൻ എക്സ്, ഡിവിഷൻ വൈ, ഡിവിഷൻ ഇസഡ് കേട്ടോ. വേറെ ഈ ഭാഗത്തേക്ക് ഒന്നും കപ്പാസിറ്റി ഒന്നും നോക്കണ്ട. നമ്മൾ എഴുതാൻ പോണത് ജസ്റ്റ് ഇവരുടെ ഓപ്ഷൻസ് ആണ്. ഡിവിഷൻ എക്സ് ഓക്കെ, പുറത്തേക്ക് സെല് ചെയ്യാം, അല്ലെങ്കിൽ വൈക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇസഡിന് കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. കപ്പാസിറ്റി ഇത്രയാണ്, എക്സ്റ്റേണൽ ഡിമാൻഡ് ഇത്രയാണ്, അതും വേണമെങ്കിൽ എഴുതിക്കും. ഫിക്സഡ് കോസ്റ്റിലോട്ടോ അതിലോട്ടൊന്നും പോകണ്ട. ഒരു കാര്യം കൂടി അതിൽ ആ പോയിന്റിൽ ഒരു കാര്യം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. വൈയുടെയും ഇസഡിന്റെയും പാരഗ്രാഫ് എഴുതൂലേ, പാരഗ്രാഫ് അല്ല ബുള്ളറ്റ് പോയിന്റ്സ്, ചെറിയ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. വൈയുടെയും ഇസഡിന്റെയും ബുള്ളറ്റ് പോയിന്റ് എഴുതുമ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയണം. സി, എല്ലാവരും ശ്രദ്ധിച്ച്, ഇവർക്ക് 2 പേർക്കും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എക്സിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം. അപ്പൊ എക്സിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ മാക്സിമം ട്രാൻസ്ഫർ പ്രൈസ് ദേ വിൽ
പേ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. മാക്സിമം ഇവർ എത്ര രൂപ ചെലവാക്കും അതെങ്ങനെ കണ്ടുപിടിക്കും? ബിക്കോസ് ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചുള്ള പ്രൈസ് ഒക്കെ തന്നിട്ടില്ലേ. പുറത്തുനിന്ന് വാങ്ങിച്ച ഇത്ര രൂപയാണ്, എന്നിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സേ ഒരു 3 രൂപ വരും എന്നൊക്കെ പറയണ്ടാവും. അപ്പൊ പുറത്തുനിന്ന് വാങ്ങിച്ച 26 രൂപയാണ്. അപ്പൊ എക്സിന്ന് വാങ്ങിച്ച മാക്സിമം അവരുടെ കോസ്റ്റ് 26 തന്നെ അവർ നിർത്താൻ നോക്കുമല്ലോ. അപ്പൊ അതിൽ നിന്ന് മോഡിഫിക്കേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് ദാറ്റ് വിൽ ബി ദ മാക്സിമം ടി പി. അതും കൂടി ആ പോയിന്റ്സിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഒരു പോയിന്റ്സ് കുറച്ച് എഴുതി എന്നിട്ട് നമുക്ക് നോക്കാം. വെറുതെ ഇത് മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ വേറെ അനാലിസിസിലേക്ക് ഒന്നും പോകണ്ട. കപ്പാസിറ്റി ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് അടുത്ത സ്റ്റേജിൽ നോക്കാം. അതിനെക്കുറിച്ച് കുറെ നോക്കാനുണ്ടാവും, അത് അവിടെ നിൽക്കട്ടെ. ഈ പ്രൈസ് മാത്രം നോക്ക്. അപ്പോ എക്സ് പുറത്ത് സെല് ചെയ്ത 25 രൂപയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഉണ്ട്, ഞാൻ അതെടുത്ത് വെക്കാം. ഓക്കെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവൂലേ, ഞാൻ ഭയങ്കര ഡീറ്റെയിൽസ് ഒന്നും എഴുതാൻ പറഞ്ഞില്ല. നിങ്ങൾ എന്തൊക്കെ എഴുതണത്? ആകെ 2-3 പോയിന്റ് എഴുതുന്നത്. അപ്പൊ നോക്കി, ഞാൻ ഓരോ ഡിവിഷന്റെ കാര്യം പറയാൻ പോവാണേ. ഡിവിഷൻ എക്സ് ജസ്റ്റ് ആകെ ഇത്ര എഴുതാനുള്ളത്. ഡിവിഷൻ എക്സ് ക്യാൻ സെൽ എത്രയാണ് മാക്സിമം എക്സ്റ്റേണൽ ഡിമാൻഡ്? ഡിവിഷൻ എക്സ് ക്യാൻ സെൽ എ മാക്സിമം ഓഫ് 5000 യൂണിറ്റ്സ് ടു external customers at ₹25. അതേപോലെ ഡിവിഷൻ എക്സ് can also do internal transfers to division Y and division Z. ഇത്രയല്ലേ ഉള്ളൂ. എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിന് സെല് ചെയ്യാം. മാക്സിമം എത്ര? 5000 യൂണിറ്റ്സ്. എത്ര രൂപയ്ക്ക്? 25 rupees. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിവിഷൻ എക്സ് can also sell internally transfer to division Y and division Z. വൈയിലേക്കോ ഇസെറ്റിലേക്കോ ട്രാൻസ്ഫർ ചെയ്യും. ഇതൊക്കെയാണ് ഡിവിഷൻ എക്സിന് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡിവിഷൻ വൈയുടെ കാര്യം നോക്കാം. ഡിവിഷൻ വൈക്ക് ബേസിക്കലി ഇറ്റ് ഇസ് എ പർച്ചേസിംഗ് ഡിസിഷൻ. ഡിവിഷൻ എക്സിന് ഒരു സെല്ലിംഗ് ഡിസിഷൻ ആണ്. ഡിവിഷൻ വൈക്ക് ഇതൊരു പർച്ചേസിംഗ് ആണ് അല്ലെ? ഡിവിഷൻ വൈ എത്ര റിക്വയർമെന്റ് ഉണ്ടെന്ന് വല്ലതും ഉണ്ടോ? എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി മാക്സിമം എക്സ്റ്റേണൽ ഡിമാൻഡ് 5500 യൂണിറ്റ്സ് ആണ് അല്ലെ? So division Y have a maximum external demand of 5500 units. അതാണ് ഡിവിഷൻ വൈക്ക്. അപ്പോൾ ഡിവിഷൻ Y can purchase മെറ്റീരിയൽ എക്സ് അല്ലെങ്കിൽ കോമ്പോണന്റ് എക്സ് either from external market or it can purchase internally from division X. ഒന്നെങ്കിൽ എക്സ്റ്റേണൽ മാർക്കറ്റിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാം, or it can internally get it from division X. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കുറച്ച് പോവാണ്. പുറത്തുനിന്ന് വാങ്ങിച്ചാൽ എത്രയായിരിക്കും? ഇപ്പൊ ഡിസ്കഷൻ ആട്ടോ. നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കണമെങ്കിൽ ഞാൻ ആ നോട്ട് തന്നെ തരാം, അപ്പൊ നോക്കി എഴുതിയെടുത്തോ. ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഡിസ്കസ് ചെയ്യട്ടെ. അപ്പോ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞേ. ഡിവിഷൻ വൈ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപയാണ്? If division Y is externally sourcing material X, purchase price is 23 rupees per unit, and it will have to incur a modification cost of rupees. It has to incur 3 per unit as modification and inspection cost. So total cost per unit becomes 26. ഇത് ക്ലിയർ അല്ലേ? ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. അടുത്ത ബുള്ളറ്റ് പോയിന്റ്, whereas if division Y is sourcing the material from division X, Y X എന്നാണ് സോഴ്സ് ചെയ്യണമെങ്കിൽ മോഡിഫിക്കേഷൻ കോസ്റ്റ് is ₹2 per unit. മോഡിഫിക്കേഷൻ 2 രൂപയാണ്. Therefore, അടുത്ത പോയിന്റ്, the maximum TP that division Y will be willing to pay division X, മാക്സിമം എത്ര രൂപ കൊടുക്കും? കാരണം പുറത്തുനിന്ന് വാങ്ങിച്ച 26 രൂപയെ ചെലവ് വരുന്നുള്ളൂ. ഇന്റേണലി വാങ്ങിച്ച 2 രൂപയാണ് മോഡിഫിക്കേഷൻ കോസ്റ്റ്. സോ മാക്സിമം ഇവർ എത്ര രൂപ ചെലവാക്കും? 24 രൂപ കൊടുക്കും. മാക്സിമം ടി പി ആയിട്ട് നിങ്ങൾ 24 rupees എഴുതിയിട്ടുണ്ടോ? ഓക്കെ,
അതാണ് ഡിവിഷൻ വൈയുടെ. ഓക്കെ, ഞാൻ നോട്ട് വേണമെങ്കിൽ തരാം, ഇത് കഴിയുമ്പോൾ നമുക്ക് എഴുതാം. ഓക്കെ, അടുത്തത് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ടും കൂടെ ഡിസ്കസ് ചെയ്യില്ല. സഫാന, ഇസെറ്റിന്റെ നോക്കണം. ഇസെറ്റിന്റെ എന്താ എഴുതിയേക്കുന്നത്? എക്സ്റ്റേണലി മേടിക്കാം. എക്സ്റ്റേണലി മേടിക്കാം. അപ്പോ 23 മേടിക്കും. 2 ഓപ്ഷൻസ് ഉണ്ട് മോഡിഫിക്കേഷന്. ആ, 2 ഓപ്ഷൻ ഉണ്ട്, 5ഉം 3ഉം. ഒന്ന് ഓൺ ഷോപ്പ് ഫ്ലോർ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ 5 rupees ആയിരിക്കും മോഡിഫിക്കേഷൻ കോസ്റ്റ്. അപ്പോൾ 28 രൂപ ചെലവാകും അല്ലെ? അല്ല, നമ്മള് ഡിവിഷൻ എക്സിനെ കൊണ്ട് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യിപ്പിച്ചെടുക്കാം. അങ്ങനെ മോഡിഫൈ ചെയ്യിപ്പിച്ചെടുക്കുകയാണെങ്കിൽ 23 + 3 26 രൂപയായിരിക്കും നമ്മൾക്ക് കോസ്റ്റ് വരാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? എന്നിട്ട് പിന്നെ എന്താ എഴുതിയത് നീ? പിന്നെ എക്സിന്റെ അടുത്ത് പർച്ചേസ് ആണെങ്കിൽ 25 rupeesന് +1 അഡീഷണൽ മോഡിഫിക്കേഷൻ കോസ്റ്റ് 26. ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും? എക്സ്റ്റേണലി എക്സിന്റെ അടുത്ത് ചെയ്യുകയാണെങ്കിൽ 26. എക്സിന്റെ അടുത്ത് അപ്പൊ ഈ ഓപ്ഷൻ നമ്മൾ നോക്കുകയില്ല അല്ലെ? അത് 28 രൂപയല്ലേ, അതിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നെങ്കിൽ എക്സിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം. 2026 രൂപയിലേ വരുള്ളൂ അല്ലെ? പക്ഷേ നമ്മൾ ഈ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, മാക്സിമം നമുക്ക് എക്സ് എന്തായാലും പുറത്ത് ഇവരുടെ വൈയുടെ കേസിൽ ഒരു സംഭവം ഉണ്ട്. വൈക്ക് എക്സിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 24 രൂപയാണ്. ഓക്കെ, പക്ഷെ ഇസഡിന് അങ്ങനെയല്ല. ഇസഡിന് 25 രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അതായത് എക്സ് നോക്കിയേ, എക്സ് ഇവിടെ പുറത്ത് സെല് ചെയ്യാനുണ്ട്. നമുക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. എക്സ് പുറത്ത് സെല് ചെയ്യണത് എത്ര രൂപയ്ക്കാണ്? 25 രൂപയ്ക്കല്ലേ? അത് ആ പ്രൈസിന് തരാൻ പറഞ്ഞാലും കുഴപ്പമില്ല. ആ പ്രൈസിന് തന്നാൽ മതി എന്ന് നമുക്ക് വേണമെങ്കിൽ എക്സിന്റെ അടുത്ത് പറയാം. കാരണം ആ പ്രൈസിന് തന്നാലും നമുക്ക് 26 rupeesന് സാധനം റെഡിയായി കിട്ടും. അപ്പൊ നമുക്ക് അത് ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഈ സെക്കൻഡ് ഓപ്ഷന്റെ പ്രശ്നം എന്താണെന്ന് പറയട്ടെ. സെക്കൻഡ് ഓപ്ഷനിൽ വി വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ഡിവിഷൻ എക്സ് ഐഡിൽ കപ്പാസിറ്റി. ഡിവിഷൻ എക്സിന്റെ ഐഡിൽ കപ്പാസിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ഈ 3 രൂപയുടെ മോഡിഫിക്കേഷൻ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിലോട്ട് പോകുന്നതിനേലും നല്ലത് ഡിവിഷൻ എക്സിന്ന് തന്നെ 25 രൂപയ്ക്ക് വാങ്ങിച്ചാലും നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും? 26 രൂപയ്ക്ക് നമുക്ക് സംഭവം റെഡിയായി കിട്ടും. ക്ലിയർ അല്ലേ? പുറത്തുനിന്ന് വാങ്ങിച്ചാൽ പിന്നെ ഐഡിൽ കപ്പാസിറ്റിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേലും ബെസ്റ്റ് എന്ന് പറയുന്നത് ഡിവിഷൻ എക്സിന്ന് അവരുടെ എക്സ്റ്റേണൽ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാം. അവർ പുറത്ത് സെല് ചെയ്യുന്ന പ്രൈസിന് തന്നെ വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴും നമുക്ക് 26 rupees കോസ്റ്റ് വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ഓപ്ഷൻസ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നോട്ട് കാണിക്കാം, എഴുതിയെടുക്കണമെങ്കിൽ. വേണമെങ്കിൽ എഴുതിയെടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ അതിൽ ഞാൻ നോട്ട് ഞാൻ ഇപ്പൊ അതിൽ കൊണ്ട് ഇടുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ സേവ് ചെയ്ത് തരാം കേട്ടോ. ആർക്കെങ്കിലും എഴുതിയെടുക്കണോ? അഭിജിത്തെ മൈക്കില്ല, സോറി. ബാക്കിയുള്ളവര് ബിന്ദുജ എന്താടാ വേണ്ടത്? ബിന്ദുജനെ കാണുന്നില്ലല്ലോ, ഔട്ടായി പോയി തോന്നുന്നു. ജിനു എഴുതിയെടുക്കണ്ടോ? എങ്ങനെയാ? ഇട്ടാ മതിയല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഞാനിത് ഇട്ടേക്കാം കേട്ടോ. അപ്പോ പക്ഷെ നിങ്ങളിപ്പോ കുറച്ച് എഴുതിയല്ലേ, വേണമെങ്കിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്തോ. വെറുതെ ഒന്ന് കാണിക്കാം. എന്തെങ്കിലും നിങ്ങളുടെ മോഡിഫിക്കേഷൻ വരുത്താണ്ടെങ്കിൽ വരുത്തിക്കോ. കാരണം പിന്നെ ഫുള്ളായിട്ട് മാറ്റാൻ നിൽക്കണ്ടല്ലോ. ഡിവിഷൻ എക്സിന്റെ ഇതാണ് സംഭവം. അതെല്ലാവരും എഴുതിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. ഡിവിഷൻ വൈയുടെ കാണിക്കാം. ഇതാണ് ഡിവിഷൻ വൈ. ഡിവിഷൻ വൈ ഒന്നെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം 23 രൂപയ്ക്ക്. കാരണം ബാക്കി ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ഇപ്പൊ ചെയ്യാൻ പോവല്ലേ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ പകുതി പിന്നെ നോട്ടി പോയി നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ സമയം തന്നെ എഴുതിയെടുത്തു. അപ്പോൾ ഡിവിഷൻ
എക്സ് ഇസഡിന്റെ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ഇത്തിരി ഡൗട്ട് വന്നിട്ടുണ്ടാവണത്. അപ്പൊ ഇസഡിന്റെ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഇസഡിന് പുറത്തുനിന്ന് വാങ്ങിക്കാം 23 + 5 28. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്തെടുത്തു. മോഡിഫിക്കേഷൻ എന്നാണ് കേട്ടോ, ഞാൻ ഷോർട്ടായിട്ട് എഴുതി വെച്ചേക്കാം. മോഡിഫിക്കേഷൻ. ഓക്കെ, പക്ഷേ രണ്ട് ഓപ്ഷനും അഡ്വൈസബിൾ അല്ല. കാരണം ഓപ്ഷൻ 1 എക്സ്പെൻസീവ് ആണ്, 28 രൂപ ചിലവാകും. ഓപ്ഷൻ 2ന് ഡിവിഷൻ എക്സിന്റെ ഐഡിൽ കപ്പാസിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ രണ്ട് ഓപ്ഷനും അഡ്വൈസബിൾ അല്ല. റാദർ ഏത് ഓപ്ഷൻ എടുക്കും? ഡിവിഷൻ എക്സ് എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ ഇസഡ് എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ എക്സിന്ന് ഡയറക്ട്ലി എക്സ്റ്റേണൽ സെല്ലിംഗ് പ്രൈസിന് വാങ്ങിച്ചാലും മതി. 25 രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനവും തരണ്ടെന്ന് പറയാം. നമുക്ക് ടോട്ടൽ കോസ്റ്റ് സെയിം 26 തന്നെ വരും. ഓക്കെ, അപ്പൊ അടുത്ത പാർട്ട് ഇത് കഴിഞ്ഞാണോ? ശ്രുതി കഴിഞ്ഞോ? അപ്പൊ അടുത്ത പാർട്ട് തന്നെ ചെയ്യണം. ഇനിയൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല, ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പൊ നോക്കിയടാ, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ എക്സിന്റെ കേസിൽ 3 ഓപ്ഷൻ ഉണ്ട്. പുറത്ത് സെല് ചെയ്യാം, വൈക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഇസഡിന് ട്രാൻസ്ഫർ ചെയ്യാം. 3 ഓപ്ഷൻ. ഡിവിഷൻ വൈക്ക് 2 ഓപ്ഷൻ. ഒന്ന് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ട് സെല് ചെയ്യാം, അല്ലെങ്കിൽ എക്സിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് സെല് ചെയ്യാം. അതേപോലെ ഡിവിഷൻ ഇസഡിനും ഓരോ ഓപ്ഷനേ ഉള്ളൂ. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഈ 2 ഓപ്ഷനും അഡ്വൈസബിൾ അല്ല. അപ്പൊ അതിനെ കുറിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡിവിഷൻ എക്സിന്ന് ഫുൾ പ്രൈസിന് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് സെല് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ ഏത് സെല്ലിംഗ് പ്രൈസ് എടുക്കാൻ പോണത്? അതായത് ഓരോരുത്തരുടെയും സെല്ലിംഗ് പ്രൈസ് ഉണ്ടല്ലോ. അതായത് ഡിവിഷൻ വൈ, ഓക്കെ, ഡിവിഷൻ വൈ എന്ന് പറഞ്ഞ വൈ ഇല്ലേ, വൈ പ്രൊഡ്യൂസ് ചെയ്തത് വൈ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് തന്നെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? എക്സ് ഉപയോഗിച്ചിട്ട് അവരുണ്ടാക്കുന്നത് വൈ ആണ്. അപ്പൊ ഈ വൈന്റെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേണം തുടങ്ങാൻ. പക്ഷെ അതിലൊരു കോസ്റ്റ് ആയിട്ട് എന്തും കൂടെ കൺസിഡർ ചെയ്യണം. ടി പിയും പിന്നെ മോഡിഫിക്കേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കൺസിഡർ ചെയ്യണം. ഇസഡിലും അതേപോലെ ടി പി മോഡിഫിക്കേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ചെയ്തേ. അപ്പൊ ഞാൻ ഹെഡിങ് മാത്രം തരാം, അത് നോക്കി എഴുതരുത്. ഇത്രയും ഹെഡിങ്സ് വേണം, എന്നിട്ട് തന്നെ ചെയ്യും. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കും, എന്നാലേ നമുക്ക് ഇനി അടുത്ത ഭാഗത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഹെഡിങ് ഒക്കെ എഴുതി ഞാൻ വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ കാണിക്കട്ടെ. തന്നെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കും. കോൺട്രിബ്യൂഷൻ ആണ്, ഫിക്സഡ് കോസ്റ്റ് ഒന്നും ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞാടോ? സഫാന കഴിഞ്ഞാടോ? നോക്കണം, ചെക്ക് ചെയ്യാം. ഇതാണോ കിട്ടിയേക്കണെന്ന് നോക്കിയേ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, ചിലതിൽ ട്രാൻസ്ഫർ പ്രൈസ് ആണ് എഴുതണത് സെല്ലിംഗ് പ്രൈസിന് പകരം. ഇവിടെയൊക്കെ ട്രാൻസ്ഫർ പ്രൈസ് അല്ലേ, ഇന്റേണൽ ട്രാൻസ്ഫർ അല്ലേ. അപ്പോൾ അത് നമ്മൾ എഴുതി. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇതാണോ കിട്ടിയത്? സഫാന ഇതാണോ കിട്ടിയത്?
ഓക്കെ. ശരി. അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ ഇനി കുറച്ച് പോയിന്റ്സ് എഴുതണം. നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനത്തെ പോയിന്റ്സ് ഒന്നും ഇല്ല, എന്നാലും നമുക്ക് എഴുതാം. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ഓരോ ഡിവിഷന്റെയും കാര്യം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഡിവിഷൻ എക്സ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഡിവിഷൻ എക്സ് എന്ത് ചെയ്യും? ഇത് രണ്ടും റാങ്ക് 1 ആണ്, ഇതാണ് റാങ്ക് 2. സോ ഡിവിഷൻ എക്സ് എന്ത് ചെയ്യും? ഡിവിഷൻ എക്സിന്റെ നമുക്ക് എഴുതാട്ടോ, ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ. അപ്പോൾ ഡിവിഷൻ എക്സിന്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? ഡിവിഷൻ എക്സിന്റെ existing capacity is 6000. Additional units that can be produced 6000 ആണ്, which means total capacity after the increase 12000 ആണ്. So ഈ 12000 എന്ത് ചെയ്യും? First division X will produce 5000 units and sell it to the external customers. അത് ചെയ്യാം. നെക്സ്റ്റ് അപ്പോൾ 5000 ഇവിടെ ഉപയോഗിക്കും. നെക്സ്റ്റ് 5000 എന്ത് ചെയ്യും? ഇസഡിന് ട്രാൻസ്ഫർ ചെയ്യാം. ഇസഡിന് നെക്സ്റ്റ് 5000 ആണോ വേണ്ടത്? അതൊന്നും നോക്കണ്ടേ. ഡിവിഷൻ ഇസഡിന് 5000 യൂണിറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ അവർക്കുള്ള 5000 യൂണിറ്റ്സ് കൊടുക്കും. പിന്നെ ബാലൻസ് ഒരു 2000 യൂണിറ്റ്സ് ഉണ്ട് അല്ലെ, ഒരു എക്സ്ട്രാ 2000 കപ്പാസിറ്റി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു കാര്യം ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രിമെന്റൽ അല്ലേ? അതായത് ഇൻ ഓർഡർ ടു ഇൻക്രീസ് കപ്പാസിറ്റി ഡിവിഷൻ വിൽ ഹാവ് ടു ഇൻകർ സം അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ്. അപ്പോ whether it is advisable to increase the capacity and incur additional fixed cost, അത് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ചെക്ക് ചെയ്തിട്ടില്ല, അത് ചെക്ക് ചെയ്യാതെയുള്ള ഡിസിഷൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ 5000 എക്സ്റ്റേണലി സെല് ചെയ്യും, അതേപോലെ 5000 ഇസഡിന് കൊടുക്കും. ബാലൻസ് ഒരു 2000 യൂണിറ്റ്സ് ഉണ്ട്. ആ 2000 ആർക്ക് കൊടുക്കാം? ഇന്റേണലി ഡിവിഷൻ വൈക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എക്സ് തീരുമാനിക്കും അല്ലെ, കാരണം ഇതിന് 10 രൂപയെ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. അപ്പൊ ഡിവിഷൻ എക്സ് ഇതായിരിക്കും ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കത് അങ്ങനെ എഴുതണം. ശരി, അടുത്ത ഡിവിഷൻ വൈയുടെ കാര്യം നോക്കിയാൽ ഡിവിഷൻ വൈക്ക് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എങ്ങനെ വാങ്ങിച്ച് സെല് ചെയ്താലും കോൺട്രിബ്യൂഷൻ 9 ആണ്. അപ്പൊ ഡിവിഷൻ വൈ എന്ത് ചെയ്യും? ഡിവിഷൻ വൈ ക്യാൻ ഒരു കാര്യം ഈ ഇന്റേണലി 2000 പർച്ചേസ് ചെയ്യാം, ബാക്കി ആവശ്യം ഉണ്ടെങ്കിൽ അത് ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. നമുക്കൊന്ന് ഡിവിഷൻ വൈയുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിവിഷൻ വൈയുടെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി 3000 ആണ്. 2000 കൂടി അവർക്ക് അഡീഷണൽ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ടോട്ടൽ 5000 യൂണിറ്റ്സ് ആണ് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് സെല് ചെയ്യാൻ പറ്റണത്. മാക്സിമം എക്സ്റ്റേണൽ മാർക്കറ്റ് ഡിമാൻഡ് 5500 യൂണിറ്റ്സേ ഉള്ളൂ അല്ലെ. അപ്പോൾ അത് നോക്കണ്ട, ബിക്കോസ് ദെയർ കപ്പാസിറ്റി ഈസ് ലിമിറ്റഡ് ടു 5000. അപ്പോൾ അവരെന്ത് ചെയ്യും? 2000 ട്രാൻസ്ഫർ ഫ്രം എക്സ്, എക്സിന്ന് 2000 എക്സ് വാങ്ങിക്കും, അത് പ്രോസസ് ചെയ്ത് സെല് ചെയ്യും. ബാലൻസ് 3000 യൂണിറ്റ്സ് ദേ വിൽ പർച്ചേസ് ഫ്രം ഔട്ട്സൈഡ് മാർക്കറ്റ്, അത് പ്രോസസ് ചെയ്ത് സെല് ചെയ്യും. ക്ലിയർ അല്ലേ? ഇവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാതിരിക്കാം, എന്താ പറയാ, ഇത് ചെയ്യാതിരിക്കാം. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ കമ്പനിയുടെ മാനേജ്മെന്റ് സമ്മതിക്കാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ആസ് എ കമ്പനി ആസ് എ ഹോൾ നോക്കുമ്പോൾ ഇത് വാങ്ങിക്കാതെ ഇവർ പുറത്തുനിന്ന് വാങ്ങിച്ച എന്താ പ്രശ്നം? ഇഫ് ഡിവിഷൻ വൈ is purchasing entire 5000 units from outside market, ഇവർക്ക് ഇവിടെ കുറച്ച് ലോസ് വരില്ലേ? ഇവർക്ക് സെല് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അവിടെ ഒരു ലോസ് വരും. അപ്പൊ അതുകൊണ്ട് കമ്പനി പോയിന്റ് ഓഫ് വ്യൂവിൽ അത് അഡ്വൈസബിൾ ആയിരിക്കില്ല. ഇനി ഡിവിഷൻ എക്സിന് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. ഡിവിഷൻ എക്സ് ഈ 5000 യൂണിറ്റ്സ് വാങ്ങിച്ച് ഇവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്ത് സെല് ചെയ്യും. അപ്പൊ ഡിവിഷൻ ഇസഡിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാന്ന് നോക്കിയേ. ഇപ്പോൾ കപ്പാസിറ്റി എത്രയാണ്? 3000 ആണ്. മാക്സിമം അഡീഷണൽ 2250 വരെ അവർക്ക് ഇൻക്രീസ് ചെയ്യാം. സോ 3000 പ്ലസ് 2250 ചെയ്താൽ 5250 വരും. പക്ഷെ അവർക്ക് എക്സ്റ്റേണൽ 5000 യൂണിറ്റ്സിന്റെ കപ്പാസിറ്റി ഉള്ളത്, മീൻസ് ഡിമാൻഡ് ഉള്ളത്. അപ്പൊ അത് 5000 അവർ ലിമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളൊരു സ്ട്രാറ്റജി പോലെ പറയാൻ പോണത്. പക്ഷെ അത് ചെയ്യണതിന് മുന്നേ നമുക്കൊരു കാര്യം ചെക്ക് ചെയ്യാം. അല്ല, അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെക്ക് ചെയ്യണം. വെദർ ദ കമ്പനി ഷുഡ് ലിമിറ്റ്
ഇറ്റ്സ് കപ്പാസിറ്റി ടു എക്സിസ്റ്റിംഗ് ഓർ അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്യണോ, അത് ചെക്ക് ചെയ്യണോ? അതെങ്ങനെ ചെക്ക് ചെയ്യൂടാ? അതെങ്ങനെ ചെക്ക് ചെയ്യും ശ്രുതി? ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്യണോന്ന് ആരെങ്കിലും പറഞ്ഞോ? ജിനു എങ്ങനെ ചെക്ക് ചെയ്യടാ? എക്സസ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത് ഈ കോൺട്രിബ്യൂഷനിലൂടെ റിക്കവർ ചെയ്യാനുണ്ടോ? കോൺട്രിബ്യൂഷൻ വെച്ചിട്ട്, അതായത് ഇപ്പൊ നമുക്ക് എത്രയുള്ളത്? ഇപ്പൊ ഡിവിഷൻ എക്സിന്റെ കാര്യമാണെങ്കിൽ മാക്സിമം എക്സ്റ്റേണൽ ഡിമാൻഡ് എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി 6000 ആണ് അല്ലെ? അപ്പൊ ആ 6000ന്റെ മുകളിലോട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ വരില്ലേ? ആ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിനേലും കൂടുതലാണോ എന്ന് നോക്കിയാൽ മതി. കൂടുതലാണെങ്കിൽ എടുക്കാം, എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യരുത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് കുറച്ച് എന്താണ് പോയിന്റ്സ് എഴുതാം. ഈ സ്റ്റേറ്റ്മെന്റ് ചെയ്യണം, അതിനു മുമ്പ് നമുക്ക് കുറച്ച് പോയിന്റ്സ് എഴുതാം. സോ ഇതിന്റെ താഴെ എഴുതിക്കോ, ഇന്റേണൽ അല്ല, ഒരു മിനിറ്റ്, ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം മതിയാന്ന് ഞാൻ നോക്കിക്കോട്ടെ. ഈ സ്റ്റേറ്റ്മെന്റ് മതി, നമ്മൾ പറഞ്ഞ കാര്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയേക്കാണ്, അത് മതി. എന്നിട്ട് അതിന്റെ താഴെ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതാം. നല്ലത്. അപ്പൊ നോക്കിയാടാ, എന്താ എഴുതിയേക്കണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ഒന്ന് നോക്കിക്കോ. ഓരോ ഡിവിഷന്റെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റിയും അഡീഷണൽ കപ്പാസിറ്റിയും കൂടെ ടോട്ടൽ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ ഡിമാൻഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് എത്ര യൂണിറ്റ്സ് ഉണ്ടാവും എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബാലൻസ് യൂണിറ്റ്സിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, ഇന്റേണലി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് താഴെ ഇവിടെ എഴുതി വെക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ 5000 ആദ്യം ഇസെഡിന് ട്രാൻസ്ഫർ ചെയ്യും. എന്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യും? ബിക്കോസ് അതിനാണ് ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ. അതൊക്കെ ഇവിടെ താഴെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഇസെഡിനാണ് ആദ്യം ചെയ്യുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ മര്യാദയ്ക്ക് എഴുതി വെക്കാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ കോപ്പി ചെയ്തോ. അപ്പൊ നോക്കിയേ, അടുത്ത നമ്മളില്ലേ, സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഡിസിഷൻ വെദർ ടു എക്സ്പാൻഡ് ഓർ നോട്ട്, അതാണ് ചെയ്യാൻ പോണത്. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഡിസിഷൻ വെദർ ടു എക്സ്പാൻഡ് ഓർ നോട്ട്, എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടേന്നാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, ഓരോ ഡിവിഷന്റെയും കേസിൽ നമ്മൾ ഫസ്റ്റ് പർട്ടിക്കുലേഴ്സ് XYZ 3 കോളംസ്, അതിൽ ഓരോ ഡിവിഷന്റെയും അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് ഫോർ ഇൻക്രീസിങ് കപ്പാസിറ്റി എന്ന് എഴുതുക. അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ് ഫോർ ഇൻക്രീസിങ് കപ്പാസിറ്റി. സോ ഇതൊക്കെയാണ് അഡീഷണൽ ഫിക്സഡ് കോസ്റ്റ്. അത് ആദ്യം എഴുതുക ഫസ്റ്റ് ലൈനിൽ. ഇനി നമ്മൾ അടുത്ത ലൈനിൽ എഴുതാൻ പോണത് കോൺട്രിബ്യൂഷൻ ഏൺഡ് ഫ്രം ദി അഡീഷണൽ കപ്പാസിറ്റി. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഏൺഡ് ഫ്രം ദി അഡീഷണൽ കപ്പാസിറ്റി. അഡീഷണൽ കപ്പാസിറ്റിന്ന് എത്ര കോൺട്രിബ്യൂഷൻ ആണ് കിട്ടാൻ പോണത്. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ഒരു ലൈനിൽ എഴുതണം, അടുത്ത ലൈനിൽ കോൺട്രിബ്യൂഷൻ ഏൺഡ് ഫ്രം ദി അഡീഷണൽ കപ്പാസിറ്റി. കോൺട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യും? നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഒന്ന് നോക്കിയേ, ഇതില് അഡീഷണൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 6000 യൂണിറ്റ്സ് ആണ് അല്ലെ? അപ്പൊ ഈ 6000 യൂണിറ്റ്സിന്ന് എത്രയാണ് കോൺട്രിബ്യൂഷൻ കിട്ടാൻ പോണെന്ന് നോക്കുക. 6000 യൂണിറ്റ്സിന്ന്. അപ്പൊ 6000 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ എടുക്കാൻ പോണത്? ഇതിന്റെ കോൺട്രിബ്യൂഷൻ എത്ര ആയിരിക്കും എന്നൊന്ന് പറഞ്ഞോളാം. ഇതിന്റെ അല്ല, ഈ 6000 യൂണിറ്റ്സിന്റെ കോൺട്രിബ്യൂഷൻ ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞ ആരെങ്കിലും. ശ്രുതി പറഞ്ഞേ, എങ്ങനെയായിരിക്കും മനസ്സിലായെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എക്സസ് വന്നിട്ടുള്ള ബാലൻസ് വന്നിട്ടുള്ള 7000 അല്ലേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? 7000ന്റെ ആണോ പറയാൻ പോണോ? അല്ല, അതിന് 6000 അഡീഷണൽ വന്നിട്ടില്ല. അപ്പൊ അത് എങ്ങനെ എടുക്കാൻ പോണോ? അത് 4000 Z-ഉം 2000. അത് തന്നെ, 4000 into 11 plus 2000 into 11 ആയിരുന്നോ? അത് തന്നെ, പ്ലസ് 2000 into 10. ഇതല്ലേ നമ്മൾ അഡീഷണൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് എടുക്കാൻ പോണത്. അങ്ങനെ വേണം പറയാൻ കേട്ടോ.
അപ്പോൾ അതാണ് സംഭവം. 4000 ഇൻറ്റു 11 പ്ലസ് 2000 ഇൻറ്റു 10. ഇനി വൈയുടെ ആണെങ്കിൽ എക്സിസ്റ്റിംഗ് 3000 ആണ്. ഈ 2000 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. 2000 ഇൻറ്റു 9 ഏതാണെങ്കിലും സെയിം അല്ലേ. ഇപ്പൊ 2000 ഇൻറ്റു 9 ഇസഡിന്റെ ആണെങ്കിലും 14 വെച്ചിട്ട് എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇസഡിന്റെ ആണെങ്കിൽ 2250 ഇൻറ്റു 14. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കോൺട്രിബ്യൂഷൻസ് കിട്ടും. എന്നിട്ട് ബെനിഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്ക്. ബെനിഫിറ്റ് ആണ് എല്ലാം അല്ലെ, നെറ്റ് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഡിസിഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുക എന്നതാണ്. എഴുതിയടേ ഇപ്പം വരെ. അപ്പോൾ എല്ലാം എക്സ്പാൻഡ് ചെയ്യണം മനസ്സിലായി. ഇനിയൊന്നും ചെയ്യാനില്ല. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് നെറ്റ് റവന്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി ആണ്. ഇങ്ങനെ എഴുതണമെന്നില്ല. പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് അങ്ങ് ചെയ്താൽ മതി. അതായത് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയ ആ ഒരു ട്രാൻസ്ഫേഴ്സിന്റെ കാര്യമൊക്കെ നമ്മൾ എഴുതി വെച്ചില്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിവിഷൻ എക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ സെയിലും ഉണ്ട്, ഇന്റേണൽ ട്രാൻസ്ഫറും ഉണ്ട്. അത് ഡിവിഷൻ എക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അതൊന്നും ഇല്ല. എക്സ്റ്റേണൽ സെയിൽ മാത്രമേ ഉള്ളൂ. കോൺട്രിബ്യൂഷൻ എഴുതുക, ഫിക്സഡ് കോസ്റ്റ് എഴുതുക. അപ്പോൾ ഒരു മിനിറ്റ്, ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക, അപ്പോൾ പ്രോഫിറ്റ് കിട്ടും. ഒരു മിനിറ്റ്, ഇവിടെ ഇല്ലേ ഈ നെറ്റ് റവന്യൂ അഡീഷൻ എന്ന് എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, നമുക്ക് ക്വസ്റ്റ്യനിലില്ലേ ഫിക്സഡ് കോസ്റ്റ് ഒന്നും തന്നിട്ടില്ല അല്ലെ? ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ടോ? കറണ്ട് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഫുള്ളായിട്ടുള്ള എന്താണ് ഫുള്ളായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റിനുള്ള ഡേറ്റ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവര് അതിന് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാതെ വേണമെങ്കിൽ നമുക്ക് ഇൻക്രിമെന്റൽ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. മനസ്സിലായോ? കാരണം ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ആവശ്യമുണ്ട്. അതൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റിന്റെ പേരൊന്ന് മാറ്റി വെച്ചേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് നെറ്റ് റവന്യൂ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ എത്ര വ്യത്യാസം വരും അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആ കറക്റ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ ആൻസർ ചെയ്യാൻ ആൻസർ ഇടയൊന്നും വേണ്ടല്ലോ, ഇത് നിങ്ങൾ ടെക്സ്റ്റിലുള്ളതല്ലേ. ഇപ്പൊ ബാക്കി നിങ്ങൾ ചെയ്തേക്കൂലേ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ്? ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത് കോൺട്രിബ്യൂഷൻ ഓൾറെഡി ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ യൂണിറ്റ്സ് വെച്ച് വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും കേട്ടോ. വേണമെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തോ. കംപ്ലീറ്റ് ചെയ്തോ. ഇപ്പൊ മാത്രമായിട്ട് ബാക്കി വെക്കാൻ എന്തിനാ?
ഈ സ്ട്രാറ്റജി എഴുതിയെടുക്കല്ലേ, അത് നമുക്ക് എഴുതാം. ഇത് എഴുതല്ലേ ടൈപ്പ്. ഇത് മാത്രം എഴുതും. സ്ട്രാറ്റജി നമുക്കൊന്ന് വേറെ എഴുതാം. കോൺട്രിബ്യൂഷൻ കഴിഞ്ഞാടോ എല്ലാവരുടെയും? വിൻഡുസ് കഴിഞ്ഞാടോ? കോൺട്രിബ്യൂഷൻ അല്ല, ഇല്ല സർ, ഇല്ല ഇല്ല. ഇതിന് മുമ്പത്തെ കഴിഞ്ഞാടോ? ഇവിടം വരെ എത്തിയാ? ഇവിടെ എക്സ്പാൻഷൻ വരെ എത്തി. അത് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജി എഴുതാവേ. സ്ട്രാറ്റജി ഇതല്ല, നമുക്ക് എഴുതാം. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. സ്ട്രാറ്റജി ഫോർ കമ്പനി ആൻഡ് ഡിവിഷൻസ് തന്നെ എഴുതിക്കോ, ബിക്കോസ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണം അതാണ്. ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ എച്ച് ഡിവിഷൻ ആൻഡ് കമ്പനി ആസ് എ ഹോൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ജസ്റ്റ് സമ്മറി എഴുതുന്നതേ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സമ്മറി ആയിട്ട് എഴുതുമ്പോൾ എന്താ വെച്ചാൽ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിവിഷന്റെ ആദ്യം പറയാം. അപ്പൊ ഡിവിഷൻ എക്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ എക്സ് വിൽ division X will sell 5,000 units in the external market, and then 5,000 units to division Z, and the last 2,000 units to division Y. ഇതാണ് ഡിവിഷൻ എക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എഴുതിക്കോ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, സമ്മറി, ജസ്റ്റ് സമ്മറി ആയിട്ട് എഴുതുന്നത്. നമ്മളിപ്പോ ഡിസ്കസ് അല്ലേ ചെയ്തത്, അതിന്റെ സമ്മറി അങ്ങോട്ട് പറയണതാണ്. ഓക്കെ, സോ ഡിവിഷൻ എക്സ് വിൽ sell 5,000 units in the external market and will transfer, അടുത്ത ട്രാൻസ്ഫർ ആണ്, ആദ്യത്തെ സെല്ലാണ്, പിന്നെ ട്രാൻസ്ഫർ. ഡിവിഷൻ എക്സ് will sell 5,000 units in the external market, comma, transfer 5,000 units to division Z and 2,000 units to division Y. 2,000 units to division Y. എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഡിവിഷൻ ഇസഡിനെ ട്രാൻസ്ഫർ ചെയ്യണത്? ബിക്കോസ് കോൺട്രിബ്യൂഷൻ അതിലല്ലേ കൂടുതൽ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ അത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിക്കോ, ഇതിങ്ങനെ ബ്രാക്കറ്റിൽ എഴുതിക്കോ. ഡിവിഷൻ ഇസഡ് ഇസ് ഓഫറിംഗ് മാക്സിമം കോൺട്രിബ്യൂഷൻ ടു ഡിവിഷൻ എക്സ്. ഡിവിഷൻ ഇസഡ് ഇസ് ഓഫറിംഗ് മാക്സിമം ട്രാൻസ്ഫർ പ്രൈസ് ആണ്, കോൺട്രിബ്യൂഷൻ ആണോ നമുക്ക് കിട്ടാൻ പോകുന്നത്? മാക്സിമം ഇത് എഴുതിക്കോ. അതായത് ഇവരെ രണ്ടുപേരെയും കൂടി നോക്കുമ്പോൾ ഇസഡ് എന്നാണ് മാക്സിമം ടി പി കിട്ടണത്, അതുകൊണ്ടാണ് 1 രൂപയുടെ വ്യത്യാസം ഇവിടെ വന്നത്. അപ്പൊ അങ്ങനെ തന്നെ എഴുതിക്കോ. ഡിവിഷൻ ഇസഡ് ഇസ് ഓഫറിംഗ് മാക്സിമം ടി പി ടു ഡിവിഷൻ എക്സ്, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. ഇനി അടുത്തത് ഡിവിഷൻ വൈഡ് എഴുതുമ്പോ ഇല്ലേ, ഡിവിഷൻ നമ്മൾ ഇങ്ങനെ എഴുതണം. അതായത് ഡിവിഷൻ വൈക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഉണ്ട്, വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, രണ്ട് ഓപ്ഷന്റെയും കോൺട്രിബ്യൂഷൻ 9 തന്നെയാണ്. അതായത് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്താലും ഇന്റേണലി പർച്ചേസ് ചെയ്താലും 9 തന്നെയാണ്. പക്ഷെ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യരുത്, എന്താണ്, എക്സിന്ന് വാങ്ങിക്കാം. ബിക്കോസ് കമ്പനിയുടെ ഓവറോൾ പോയിന്റ് ഓഫ് വ്യൂവിൽ അതാണ് കമ്പനിക്ക് ബെനിഫിഷ്യൽ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വേണം നമ്മൾ എഴുതാൻ വേണ്ടി. അപ്പൊ എഴുതിക്കോ, ഡിവിഷൻ വൈ
require 5,000 units. 5,000 allada. Division 5 has a requirement of 5,000 units of material X. Division Y has a requirement of 5,000 units of material X, which can be purchased externally or sourced internally from division X, which can be purchased externally or sourced internally from division X. Okay. Ini ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് കൺസിഡറിങ് ദി overall benefit to the company, division Y should first purchase from division X and only after that it should go for external purchase. അല്ലേ? ഓവറോൾ ബെനിഫിറ്റ് നോക്കിയിട്ട് ഫസ്റ്റ് ഡിവിഷൻ എക്സിന്ന് പർച്ചേസ് ചെയ്യണം, എന്നിട്ടേ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പാടുള്ളൂ. അടുത്ത പോയിന്റ് ഏതിക്കോ, കൺസിഡറിങ് ദി ഓവറോൾ ബെനിഫിറ്റ് ടു ദ കമ്പനി, considering the overall benefit to the company, division Y should first purchase from division Y should first purchase from division Y should first source the material internally. Division Y should first source the material available internally, materials available internally before going for external purchase, before going for external purchase. Clear അല്ലേ? അപ്പൊ ഇന്റേണലി അവൈലബിൾ ആയിട്ട് എന്താ ഉള്ളത് അത് വാങ്ങിച്ചിട്ടേ പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ ഇന്റേണലി 2000 അവൈലബിൾ ഉള്ളു, അതുകൊണ്ട് 2000 വാങ്ങിച്ചിട്ട് externally പോവാം. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ എഴുതിക്കോ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട്. ഹെൻസ് the first 2,000 units will be purchased from division X. Hence the first 2,000 units will be purchased from division X. Okay. Last division Z ന്റെ കാര്യം പറയാം. Division Z എന്താണ്? Division Z should source its entire requirement of 5,000 units. Division Z should source its entire requirement of 5,000 units internally from division X. Internally from division X. ഇതൊക്കെയാണ് സ്ട്രാറ്റജീസ്. ഓക്കെ, ഒരു കാര്യം കൂടി എഴുതാണ്ടായിരുന്നു. എല്ലാ ഡിവിഷന്റെയും പറഞ്ഞത് ഇതും കൂടെ എഴുതാണ്ടായിരുന്നു. അതായത് സമ്മറിയിൽ എക്സ്പാൻഡ് ചെയ്യണതാണ് ബെറ്റർ എന്നും കൂടെ എഴുതണ്ടേ, നമ്മളത് നോക്കിയില്ലേ. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി എഴുതിക്കോ. All the divisions get net benefit when they are expanding. Hence എല്ലാവരും എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള പോയിന്റ് കൂടെ എഴുതിക്കോ. കഴിഞ്ഞോ? അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി മൺഡേ നമുക്ക് ഇനി ഇതിന്റെ ഈ ചാപ്റ്ററിൽ ഒരു ഭാഗം കൂടിയേ ഉള്ളൂ. ഇന്റർനാഷണൽ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൂടി ഉണ്ട്. അത് നമുക്ക് മൺഡേത്തോടെ തീർക്കാൻ നോക്കാം. അപ്പൊ സാറ്റർഡേ സൺഡേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് തീർന്നെന്ന് ഞാൻ വിചാരിക്കണം നിങ്ങളുടെ. നമ്മൾ ആ മൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ അഡ്വാൻസ്ഡ് പ്രോബ്ലംസിലേക്ക് പോകും കേട്ടോ. അപ്പോൾ കണ്ടു തീർന്നിട്ടില്ലെങ്കിൽ അത് തീർത്തോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. എടാ ശ്രുതി, ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഒരു ബിസിനസ് സ്ട്രാറ്റജി എഴുതിയില്ലേ, അതിന്റെ ഒരു പിക്ക് എനിക്ക് അയച്ചേക്കെ.
ഓക്കെ. അപ്പൊ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.